അമേരിക്കയിലേക്ക് ഉള്ള ചില ഈ നിക്ഷേപകരായ ചില കുത്തകൾ നമ്മുടെ സംസ്ഥാനത്ത് വന്ന് വലിയ വലിയ പലനില കെട്ടിടങ്ങളുള്ള ആശുപത്രികൾ സ്വന്തമാക്കിയിട്ട് അവർ പുതിയ പുതിയ രീതികൾ അവലംബിക്കുകയാണ്. അതായത് എന്ത് രോഗമായിട്ട് നിങ്ങൾ ചെന്നാലും, ഒരു ചെറിയ വൈറൽ ഫീവറായി ചെന്നാലും നിങ്ങൾക്ക് CT എടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ആശുപത്രികളുടെ എണ്ണം വളരെ കൂടി വരികയാണ്. ഞാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട് നേരിട്ടൊരു ദിവസം പറഞ്ഞു, ദയവ് ചെയ്ത് കേരളത്തിലേക്ക് ഇനി ഈ 5 സ്റ്റാർ ഹോസ്പിറ്റൽസ് കൊണ്ടുവരാൻ അനുവദിക്കരുത്. നമ്മുടെ ആളുകൾ ഇപ്പം തന്നെ 3.5 കോടി രോഗികൾ പോരാതെ വന്നിരിക്കുന്നു കേരളത്തിൽ. ഈ ആശുപത്രികളെല്ലാം 18% ലാഭത്തിൽ ഓടിക്കണമെങ്കിൽ ഈ സംവിധാനം പോരാ. അതുകൊണ്ട് ഒരു 3.5 കോടി രോഗികളെ കൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അങ്ങിനി ഇത് അനുവദിക്കാവൂ. അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു. 4-ാം ദിവസം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു പഠനം നടത്തിയിട്ട് അദ്ദേഹം പബ്ലിക്കായി പ്രസംഗിച്ചു. നമ്മുടെ ആരോഗ്യരംഗം കാർന്നു തിന്നാൻ ബഹിരാഷ്ട്ര കുത്തകൾ വരുന്നു, അവർക്കെതിരെ കരുതിയിരിക്കണമെന്ന് പറഞ്ഞു. ഈ കുത്തകൾക്ക് വേറൊരു താല്പര്യമില്ല, അവർ നിക്ഷേപകർ മാത്രമാണ്. അവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. 100 രൂപ അവരെവിടെയെങ്കിലും ഇട്ടാൽ 18 രൂപ അവർക്ക് ലാഭം കിട്ടിയിരിക്കണം. അത് നിങ്ങൾക്ക് വയറിളക്കമാണോ വയറ്റുനോവാണോ എന്നുള്ളത് അവരുടെ വിഷയമല്ല. ഇരിക്കുന്ന ആള് തയ്യാറാക്കി കൊടുക്കണം എല്ലാ ദിവസവും. നിങ്ങൾക്കറിയുമോ, കേരളത്തിലൊരു ഒരു കുത്തകയായ ഒരു ആശുപത്രി ശൃംഖല അവരുടെ ഒരു ആശുപത്രി കേരളത്തിൽ തുറന്നപ്പോൾ ആദ്യത്തെ മാസം തന്നെ അവർ ഓപ്പറേഷൻ പ്രോഫിറ്റിലാക്കി. എങ്ങനെ? നമ്മുടെ നാട്ടുകാരുടെ ചങ്ക് പറിച്ചെടുത്തായിരിക്കും അവർ ലാഭം ഉണ്ടാക്കിയത്. അതും ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നേരിട്ടറിയാവുന്ന സംഭവമായതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഒരറ്റത്തിൽ വല്ലാത്ത ചൂഷണം നടന്നു പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു.